ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നമ്മുടെ ശരീരത്തിൽ ചില സിംറ്റംസ് ഒക്കെ കാണിക്കുന്ന സമയത്ത് അത് ഏത് രോഗത്തിൻ്റെ ആണെന്ന് അറിയുന്നത് ചില ടെസ്റ്റുകൾ നടത്തിയിട്ടാണ്. ബ്ലഡ് ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ നമുക്കറിയാം അത് ഷുഗറിൻ്റെ ആണോ കൊളസ്ട്രോളിൻ്റെ ആണോ എന്നൊക്കെ. അതുപോലെ നമ്മുടെ വിശ്വാസ ജീവിതത്തിനുമുണ്ട് ഒരു ടെസ്റ്റ്. ആ ടെസ്റ്റിൻ്റെ പേരാണ് ഒബ്സ്റ്റക്കിൾസ്. നമ്മുടെ ജീവിതത്തിൽ ചില തടസ്സങ്ങൾ വരുമ്പോൾ അറിയാം നമ്മുടെ വിശ്വാസം എത്രത്തോളമായിരുന്നു. നമ്മുടെ ഫെയ്ത്തിനെ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിനെ അത്തരത്തിൽ നമുക്ക് അളക്കുവാനായിട്ട് സാധിക്കും. ഇന്ന് നാം വേദഭാഗമായിട്ട് വായിക്കുന്നത് 4 ആൾ ചേർന്ന് ഒരു പക്ഷവാതക്കാരനെ യേശുവിൻ്റെ അടുക്കൽ രോഗസൗഖ്യത്തിനെ കൊണ്ടുവരുന്നതാണ്. ഇവിടെ യേശുക്രിസ്തുവിനെ കാണുവാൻ പോലും സാധിക്കാത്ത രീതിയിൽ പുരുഷാരം തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ആ പക്ഷവാതക്കാരൻ്റെ സുഹൃത്തുക്കൾ ഒരിക്കലും പിന്നിലേക്ക് മാറുന്നില്ല. നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തിൽ ഇതുപോലെയുള്ള ചില തടസ്സങ്ങൾ, ചില പ്രലോഭനങ്ങൾ, ചില ദുരിതങ്ങൾ ഒക്കെ കടന്നു വരുമ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതം എത്തരത്തിലാണ് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ നോമ്പിൽ ദൈവം നമ്മോട് ചോദിക്കുന്നത്, നിൻ്റെ ജീവിതത്തിൽ പ്രയാസങ്ങളും വേദനകളും പോരായ്മകളും ഒക്കെ സംഭവിക്കുന്ന സമയത്ത് ദൈവവുമായിട്ടുള്ള നിൻ്റെ ബന്ധം എപ്രകാരമാണ്, വിശ്വാസ ജീവിതം എപ്രകാരമാണ്. ഇവിടെ പക്ഷവാതക്കാരന് ലഭിച്ചത് ശാരീരിക സൗഖ്യത്തിനേക്കാൾ മുൻപേ ആന്തരിക സൗഖ്യമാണ് ലഭിച്ചത്. ചില പ്രയാസങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നാം എപ്പോഴെങ്കിലും വിചാരിക്കാറുണ്ടോ, എൻ്റെ ദൈവത്തിന് ഇതൊക്കെയും മാറ്റുവാൻ കഴിയും? ഈ നോമ്പ് ഒരവസരമാണ് ആന്തരികമായ സൗഖ്യം പ്രാപിക്കുവാൻ വേണ്ടി, നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴം കൂട്ടുവാൻ വേണ്ടി, അനുദപിക്കുവാൻ വേണ്ടി, മറ്റുള്ളവരോട് അനുരഞ്ജനപ്പെടുവാനായി ഈ നോമ്പുകാലം നമ്മെ ഓരോരുത്തരെയും അതിന് ദൈവം തമ്പുരാൻ സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ആമേൻ. ജീവൻ കൊടുപ്പാനായി നീ മരിച്ചു, നിത്യജീവൻ കൊടുപ്പാനായി നീ